എല്ലാ മാസങ്ങളിലും പുതിയ പുതിയ വാഹനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ഈ വർഷത്തെ പ്രത്യേകത. ഇപ്പോൾ 2023 ഒരുപാട് വാഹനങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കൗതുകങ്ങളും ചില വാർത്തകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വണ്ടികൾ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കാത്തിരിക്കുന്ന വണ്ടി ഏതാണ് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് ഹ്യുണ്ടായി വെർണ എന്നായിരിക്കും. ഹ്യുണ്ടായി വെർണയുടെ രൂപമൊക്കെ ലീക്ക്ഡ് പിക്ചേഴ്സൊക്കെ, അതായത് വാട്ടർ ലീക്കല്ല, ശരിക്കും സ്പൈ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള തീർത്തും പ്രോപ്പറായിട്ടുള്ള ഒരു സെഡാൻ ആണല്ലോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് സെഡാനുകളൊന്നും പോയി പോകില്ല എന്നുള്ളത്. ആ ഒരു സെഡാനുകളൊന്നും പോയി പോകില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൾ നമ്മൾ പലപ്പോഴും സ്കെപ്റ്റിക്കലായിരുന്നു. അയ്യോ ഇനി ചിലപ്പോൾ സെഡാനുകൾ ഇല്ലാണ്ടായാലോ, കോമ്പാക്ട് എസ് യുകൾ മാത്രമായി മാറുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കമ്പനികൾ അല്ലെങ്കിൽ കമ്പനികളുടെ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ, വരണ പോലുള്ള വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും സെഡാൻ ലവേഴ്സിന്, നമ്മളെപ്പോൾ ആളുകൾക്ക്. ഇപ്പോൾ വിർച്ചസ് ഉണ്ട്, ഹോണ്ട സിറ്റി ഓൾറെഡി ഉണ്ട്, അതുപോലുള്ള മറ്റുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ സ്ലാവിയ ഉണ്ട്. പക്ഷേ സ്ലാവിയും വിർച്ചസ് എന്നൊക്കെ പറയുന്നത് അമ്മാത്ത് നിന്ന് പോന്നു, ഇല്ലത്തങ്ങ് എത്തിയില്ല. അതുപോലെ അതായത് കോമ്പാക്ട് എസ് യു അല്ല, സെഡാനും അല്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ള ഒരു അവസ്ഥയിലുള്ള വണ്ടികളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ ഒരു ഹ്യുണ്ടായി വെർണയുടെ കാര്യം എന്ന് പറയുന്നത് തീർത്തും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അഴകളവുകളുടെ ബഹളങ്ങളോട് കൂടിയ ഒരു പ്രോപ്പർ സെഡാൻ ആയിരിക്കും എന്നുള്ളത് ഇത്തിരി പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാർച്ച് 2023 കൂടി നിരത്തിലേക്ക് വരുന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് കാത്തിരിക്കാം. EXS, SX, SXO എന്നുള്ള വേരിയൻറ്റുകളുമായിട്ടായിരിക്കും വരുന്നതെന്ന് കരുതുന്നു. കാരണം ഹ്യുണ്ടായുടെ മറ്റുള്ള വണ്ടികളൊക്കെ തന്നെ ആ ഒരു ഗണത്തിലാണ് വേരിയൻറ്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിലെ ആ ഒരു സെക്സി ആയിട്ടുള്ള ലൈറ്റും ഫ്രണ്ടിലെ രൂപവും വലിപ്പം കൂടുതലുള്ള ആ ഒരു സൈഡ് പ്രൊഫൈലും വലിയ വീലുകളുടെ ഒരു ഡിസൈനും ഒക്കെ എന്നെ ഹഠാതെ ആകർഷിച്ചിട്ടുണ്ട് ചിത്രങ്ങളിൽ നിന്ന്. പക്ഷേ വണ്ടി വന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഹ്യുണ്ടായി വെർണ വരുന്നുണ്ട് പുതിയത്. ഇനി ഹോണ്ട സിറ്റിയുടെ കാര്യമാണ്. ഹോണ്ട സിറ്റി ഒരു ഫേസ് ലിഫ്റ്റ് 2023 ഫേസ് ലിഫ്റ്റ് ഈ ഒരു മാർച്ചിൽ വരുന്നു എന്നുള്ളതാണ്. എന്താണ് ഹോണ്ട സിറ്റിക്കുള്ള ആ ഒരു റിലവൻസ്, അല്ലെങ്കിൽ പുതിയ ഹോണ്ട സിറ്റി വരുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു കൗതുകം എന്നുള്ളതല്ലേ. മെയിനായിട്ട് ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഓൾറെഡി. അതായത് ഹോണ്ടയ്ക്ക് പുതിയ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ജാസ് പോലുള്ള വണ്ടികളൊക്കെ നിർത്തി, സിറ്റി മാത്രമാണ് കാര്യമായിട്ട് വിൽക്കുന്ന വണ്ടി, സിവിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഹോണ്ടയ്ക്ക് പുതിയ പോർട്ട്ഫോളിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹോണ്ട ഇനി പുതിയ വണ്ടികളുമായിട്ട് ഇന്ത്യയിലേക്ക് വരുമോ, ഇന്ത്യ വിട്ടു പോകുമോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആളുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പല വണ്ടികളുടെ കമ്പനികളും നിരത്തി നിന്ന് പോയത് പെട്ടെന്നായിരുന്നു. പക്ഷേ ഹോണ്ട സിറ്റിയുടെ 2023 ഫേസ് ലിഫ്റ്റ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു സംഗതി അത്ര എന്താ പറയുക വിശ്വസനീയമായിട്ട് തോന്നാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ ഹോണ്ട കുറച്ച് കാലം കൂടി നിന്നേക്കും, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോകാനുള്ള സാധ്യത കുറവുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പുതിയ ഹോണ്ട സിറ്റിയുടെ 2023 ഫേസ് ലിഫ്റ്റിന് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടത് ഡീലേഴ്സ് ചെയ്യാടുന്നതാണ്. മാത്രമല്ല മീഡിയ ഇവൻറ്റ് നടക്കുന്നു എന്ന് കണ്ട് സെലക്ട് ചെയ്ത കുറച്ച് മീഡിയാസിനെ അവർ ആ ഒരു ഇവൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകമായിട്ട് പുതിയൊരു കളറുണ്ട്. കൂടാതെ എഞ്ചിനിൽ മാറ്റങ്ങളില്ലെന്നും ആ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെ ആയിരിക്കുമെന്നും പറയുന്നു. കൂടാതെ ഈ HEV ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും ADAS സപ്പോർട്ടോട് കൂടിയാണ് വരിക എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ADAS എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹാരിയർ അല്ലെങ്കിൽ സഫാരി ഞങ്ങളുടെ വണ്ടികളൊക്കെ ടാറ്റ മോട്ടോർസ് കൊണ്ടുവരുന്നുണ്ട്. XV70 പണ്ടുണ്ട്, കൈയൊക്കെ വിട്ടിട്ട് വണ്ടി ഓടിച്ച് മുകളിൽ കയറുന്നത് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള MG8 കാര്യം പറയാം. MG8 പുതിയ ഫെസിലിറ്റി വന്നപ്പോൾ അതിനകത്ത് ADAS വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോണ്ട സിറ്റിയിൽ കൂടി ആ ഒരു ADAS വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ BS6 ഫേസ് 2 എന്ന് പറയുന്ന ആ ഒരു RDE കംപ്ലയിൻറ്റ് കൂടി നമുക്ക് എന്താ പറയുക കൂടുതൽ വണ്ടികൾ കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം അത് മാൻഡേറ്ററി കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുതിയ ഇഗ്നിസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഗ്നിസ് വരാൻ പറയുക ഇഗ്നിസിന് ആകെ കിട്ടിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു പുതിയ ട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നു എന്നുള്ളതാണ്. വാർത്തകളൊന്നും ഞാൻ ആ ഒരു ഇഗ്നിസിന് ഡ്യുവൽ ആയിട്ട് വന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പഴയ എഞ്ചിൻ തന്നെയാണ് ഇഗ്നിസിനുള്ളത് എന്നുള്ളതാണ്. ഹുണ്ടായുടെ അടുത്ത ഒരു വണ്ടി എന്ന് പറയുന്നത് അൽഗസാറാണ്. അൽഗസാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അൽഗസാർ എന്ന് പറയുന്നത് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യാത്ര ആകുന്ന ഒരു 7-6 സീറ്റർ വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു SUV ഫീലൊക്കെ ഉണ്ട്, വലിയ SUV എന്നുള്ള ഫീലുണ്ട്, കംഫർട്ടാണ്, കൂടാതെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി തമ്മിലുള്ള വില വ്യത്യാസമുണ്ട്. ഡീസലിന് ഒരു 20-22 ലക്ഷം രൂപയുടെ മുകളിൽ പ്രൈസിൻ്റെ ടോപ്പിന്. അപ്പോൾ പെട്രോൾ വാങ്ങാനാണെങ്കിൽ പെട്രോളിന് മൈലേജിന് കുറവുണ്ടാകും. കാരണം 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഓക്കെ കേൾക്കുമ്പോൾ രസമാണ്, 2 ലിറ്റർ എഞ്ചിൻ. പക്ഷേ നിത്യജീവിതത്തിൽ അത്ര രസകരമായ കാര്യമൊന്നുമില്ല. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം വണ്ടിക്ക് മൈലേജ് ഇല്ലെങ്കിൽ കൊണ്ടെടുക്കാൻ പറഞ്ഞാൽ പാടാണ്. അങ്ങനെ നോക്കുമ്പോൾ പുതിയ ആ ഒരു 1.5 ലിറ്റർ ടർബോ GDIയോട് കൂടിയിട്ട് വരുന്ന ആ ഒരു പുതിയ അൽഗസാർ എന്ന് പറയുന്നത് ഈ മാർച്ചിലൊരു കാര്യമായിട്ട് കാണാം. കാരണം മുമ്പത്തെ വണ്ടി നാച്ചുറലി ആസ്പിറേറ്റർ ആയിരുന്നു. ആ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ടർബോയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഉണ്ട്. കൂടാതെ 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ 158 BHP പവർ ഏകദേശം 253 NM ടോർക്കുമായിട്ടാണ് ഈ ഒരു അൽക്കസാറിൻ്റെ പുതിയ 1.5 GD വരുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈസിൽ വരുന്ന ഒരു കുറവും കൂടാതെ ആ ഒരു കുറച്ചൊരു എന്താ പറയുക പവർ കൂടുതലാണ് ടർബോ ആണല്ലോ. 1.5 ലിറ്റർ തന്നെ ആ ഒരു 2 ലിറ്ററിന് അടുപ്പിച്ച് പവർ ഉണ്ടാവും എന്നുള്ളതും ഒക്കെ ഒരു ഗുണമായിട്ട് കാണാം. അത് മാത്രമല്ല അൽക്കസാർ വാങ്ങണം എന്നുള്ള അതിന് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നിലേക്ക് പോകണ്ട, പെട്രോൾ മതിയാവും. ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ആളുകൾ ഡീസൽ വണ്ടി കാര്യമായിട്ട് പരിഗണിക്കാറില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ അവർക്കൊക്കെ ടർബോ പെട്രോൾ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്നുള്ളൊരു ഫീൽ കൂടി ഉണ്ട്. അപ്പോൾ അൽക്കസാറിൻ്റെ ഒരു കംഫർട്ടായിട്ട് യാത്രയാവുന്ന ഒരു സംഗതിയിലേക്ക് ആ ഒരു 1.5 ലിറ്റർ GD കൂടി വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഹുണ്ടായുടെ അടുത്ത കാര്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ 2-3 വാർത്തകളായി. ഇനി ഒരു കൗതുക വാർത്ത പറയാം. കൗതുക വാർത്തയല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ കൗതുകമുള്ള കാര്യമാണ്. ഈയിടെ ആരോ ഒരാൾ നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ N ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്ത് കൊണ്ടു നിർത്തിയിരുന്നു. അടിയിൽ ചുമ്മാ ഫണ്ണാണ്, കാണുമ്പോൾ രസമൊക്കെയാണ്. പക്ഷേ സൺറൂഫ് ചോർന്നു പോയിരുന്നു. സൺറൂഫ് ചോർന്നു പോയെന്ന് പറയുമ്പോഴേ സൺറൂഫിൻ്റെ ചുറ്റും ബീഡിങ് ഉണ്ടായിരുന്നു. ആ ബീഡിങ്ങിന് അടുത്തൂടെയാണ് വെള്ളം വന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ സൺറൂഫുകൾക്ക് ഓൾറെഡി ഇഷ്യൂസ് ഉണ്ട്. പണ്ട് തന്നെ XUV 500 പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ലീഫൊക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ലീക്കാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത്രയും പ്രഷറിൽ വെള്ളം വീഴുന്നതുകൊണ്ടായിരിക്കണം അവിടെ ലീക്കാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കംഫർട്ടിൽ കുക്കൂണായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സൺറൂഫ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലൊന്നും എത്ര പ്രഷറിൽ വെള്ളം വീണാലും ഇപ്പോൾ മഴയോ അല്ലെങ്കിൽ കൊടും മഴയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പൊട്ടാനോ അല്ലെങ്കിൽ ലീക്കാനോ പാടില്ല. സ്റ്റിൽ ഇതൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ വെള്ളച്ചാട്ടത്തിന് നടുവിലൊക്കെ വണ്ടി കൊണ്ടുപോയി നിർത്തുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, ചിലപ്പോഴെങ്കിലും ചോർന്നാലോ എന്നുള്ളത്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മഹീന്ദ്രനോ. ഓക്കെ, അതൊരു കൗതുക വാർത്തയായിട്ട് പറഞ്ഞതാണ്, ജസ്റ്റ് പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് നമ്മൾ വീഡിയോ ഇടായിരുന്നു. ആ ഒരു വേരിയൻറ്റ് വീഡിയോ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, 2 വേരിയൻറ്റ് ആ ഒരു വണ്ടിക്ക് ഉള്ളൂ എന്നുള്ളതാണ്. S-ഉം S11 അവർ അതിനിടയിലേക്ക് S5 എന്ന് പറഞ്ഞ ട്രിം കൂടി കൊണ്ടാണ്. അതായത് കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ വെച്ച് ആ ഒരു S പോരും ചെയ്തു, എന്നാൽ S11 അടുത്ത് എത്തും വേണ്ട എന്നുള്ള ആ ഒരു ഐഡിയലായിരിക്കണം ചെറിയൊരു വേരിയൻ്റ് കൂടി നടത്തിക്കൊണ്ടാണ് S5 എന്ന് പറയുന്നത്. 7 സീറ്റർ 9 സീറ്റർ കോൺഫിഗറേഷനിൽ ആ ഒരു വണ്ടി കിട്ടുമെന്ന് പറയുന്നു. അത് മാത്രമല്ല ഈ ഒരു സ്കോർപിയോ ക്ലാസിക്കിനൊരു ശരിക്കും ഒരു ലുക്കൊക്കെ ഉണ്ട്. പഴയ ആ ഒരു ക്ലാസിക് ലുക്ക് ശരിക്കുള്ള ഒരു വണ്ടിയാണത്. നമ്മൾ വണ്ടി വീഡിയോ ചെയ്തപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലാസിക്കിൽ ഈ ഒരു വേരിയൻ്റ് വരുമ്പോൾ S1 എന്നുള്ളത് വെരി ബേസിക്കാണ്, S11 എന്നുള്ളത് വെരി ലക്ഷറിയസ്. അപ്പോൾ ലക്ഷറിയസ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് മഹീന്ദ്ര സ്കോർപിയോ ആ ഒരു സ്കോർപിയോയുടെ കാര്യം അറിയാമല്ലോ. അതിനിടയിലേക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ഈ ഒരു വേരിയൻ്റ് വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. മഹീന്ദ്രയുടെ ഒരു സ്മാർട്ട് മൂവ് എന്നൊക്കെ അതിനെ വിളിക്കാമെന്ന് തോന്നുന്നു. 5th ജനറേഷൻ ലെക്സസ് RX വരുന്നു എന്നുള്ളതാണ് പുതിയൊരു കാര്യം. ഇപ്പോൾ ലെക്സസിൻ്റെ ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞാൽ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ലെക്സസ് തുറന്നുണ്ട്. അപ്പോൾ പുതിയ വണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ലെക്സസിൻ്റെ വണ്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡാണ് സഹിക്കാൻ പറ്റാത്തത്. എന്നാലും പുതിയ ആ ഒരു RX SUV വരുന്നത് നല്ല കാര്യമാണ്. ആ വണ്ടി ഈ ഒരു മാർച്ചിൽ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പറയണത്. ഈ RXൻ്റെ 350H എന്ന് പറയുന്ന മോഡൽ വരുന്നത് 2.5 ലിറ്റർ പെട്രോൾ ഹൈബ്രിഡാണ്. എന്നാൽ മറ്റേ മോഡലില്ലേ ആ ഒരു 500H എപ്സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡൽ, ആ ഒരു മോഡൽ വരുന്നത് ഏറെക്കുറെ 2.4 ലിറ്റർ ടർബോ പെട്രോൾ ആയിട്ടാണ്. അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 361 BHP ആണ്. കൂടാതെ 460 NM ടോർക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇന്നോവ കൃഷിയുടെ കാര്യം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വീണ്ടും പറഞ്ഞിട്ടില്ല, എന്നാലും ഇന്നോവ കൃഷി വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. അതുമാത്രമല്ല 75,000 രൂപയോളം ഹൈക്രോസിന് കൂട്ടി എന്നുള്ളൊരു വാർത്തയാണ്. ഹൈക്രോസിൻ്റെ ഒരു വില വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വാഹന വിപണിയിൽ കുറച്ചൊരു വില കൂടിയ വണ്ടിയായിട്ട് ഇന്നോവ മാറി. ആ ഇന്നോവയുടെ ഏറ്റവും പുതിയ വേരിയൻ്റായിട്ടുള്ള ഹൈക്രോസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും പുതിയ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.